സൗദിയിലെ വധശിക്ഷയിൽ നിന്നും മോചിതനാകാൻ റഹീമിന് വേണ്ടി ഇന്ത്യൻ എംബസി വഴിയാണ് പണം കൈമാറുക. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഓഫീസ് തുറക്കുന്ന 2 ദിവസത്തിനകം തന്നെ നടപടികൾക്ക് തുടക്കമാകും. രണ്ടു ഭാഗത്തിന്റെയും അഭിഭാഷകർ ദിയാധനം ലഭിച്ചതായുള്ള വിവരം കോടതിയെ ധരിപ്പിക്കുന്നതോടെ കോടതിയിൽ നിന്നും റഹീമിന്റെ മോചനത്തിനുള്ള വിധി വരുമെന്നാണ് പ്രതീക്ഷ. റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാന്റെ റിപ്പോർട്ട് കാണാം. റഹീമിന്റെ മോചനദ്രവ്യമായ തുക ശേഖരിച്ച ശേഷം റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ കൈമാറിയിരുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റഹീമിന്റെ മോചനദ്രവ്യമായി ആ കുടുംബം ആവശ്യപ്പെട്ട തുക ഏതാണ്ട് 34 കോടി രൂപ മൂല്യം വരുന്ന റിയാലാണ്. ആ സംഖ്യ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ ആ പണം ഇങ്ങോട്ട് സൗദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയാക്കി. അതായത് ഇനി ചെയ്യാനുള്ളത് നിലവിൽ ആ ശേഖരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയം വഴി ആ തുക റിയാദിലുള്ള ഇന്ത്യൻ എംബസി മുഖാന്തരം സൗദിയിലെത്തിക്കും. എന്നിട്ട് ആ തുക കോടതി മുഖാന്തരം ഇവരുടെ കുടുംബങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായി അല്ലെങ്കിൽ കടമ്പയായി ബാക്കിയുള്ളത്. ആ ഒരു കടമ്പ തീരുന്നതോടു കൂടി തന്നെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷേ അവസാനിക്കാൻ പോവുകയാണ്. അതിന് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഒരു പക്ഷേ ഇനി റിയാദ് സമൂഹം കടക്കാനിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകളാണ് എൻ്റെ തൊട്ട് പിറകിലുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യമത്തിലേക്ക്, കാരണം ഈ ഒരു തുകയിലേക്ക് ഇത്ര വേഗത്തിൽ എത്തുമോ എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ വിധത്തിൽ എയും ബിയും സിയും ഉൾപ്പെടെ വിവിധ പ്ലാനുകൾ അവർ തയ്യാറാക്കിയിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിവേഗത്തിലാണ് ഈ ഫണ്ട് സ്വരൂപിച്ചെടുത്തത്. ഇതിനിടയിൽ തന്നെ പല കാരണങ്ങളാൽ ഈ ഫണ്ട് ഫ്ലോ നിലക്കുമോ എന്നുള്ള ആശങ്കകൾ വരെ വന്നിരുന്ന ആദ്യഘട്ടങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് റമദാന്റെ അവസാന ദിനങ്ങളിൽ അതിവേഗത്തിൽ ഈ ഫണ്ട് ശേഖരണം പൂർത്തിയായി. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുന്നത് റെക്കോർഡ് വേഗത്തിൽ ആ തുകയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീണ്ടും 2 ദിനം കൂടി ബാക്കി വേണ്ടി വരുമെന്ന് ഇന്നലെ കരുതിയെടുത്തതാണ്. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 34 കോടി എന്ന ഒരു സംഖ്യയിലേക്ക് തുക എത്തുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ പിറകിൽ കാണുന്ന ഈ റിയാദ് സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ശ്രമം തന്നെയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ ഉദ്യമം. അതിനുശേഷമാണ് ഇത്രയധികം സങ്കീർണമായ ഘട്ടങ്ങൾ കടന്നുകൊണ്ട് ഈ ഒരു ഫണ്ട് ശേഖരണത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര സമയത്തിനകം റഹീം പുറത്തിറങ്ങും എന്നുള്ളതാണ്. അതിലേക്ക് സ്വാഭാവികമായിട്ടും ഇനി അറിയാനുള്ള കാര്യം, ഈ ഫണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോടതിയിലേക്ക് ആ വിഷയം ധരിപ്പിക്കണം. അതായത് പണം ശേഖരിക്കുകയും കുടുംബത്തിന് കൈമാറാനായി പണം തയ്യാറായിട്ടുണ്ടെന്ന് അറിയിക്കണം. അത് നിലവിൽ തന്നെ ആ വക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുശേഷം വരുന്ന 2 ദിവസങ്ങൾ അവധി ദിനങ്ങളാണ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ പണം കൈമാറുന്നൊരു ചടങ്ങിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും കോടതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അതിനുശേഷമായിരിക്കും റഹീം മോചിപ്പിക്കപ്പെടുക. എൻ്റെ കൂടെയുള്ളത് റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കം മുതൽ പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. അവർ പലരും നാട്ടിലാണ്. റഹീമിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നാട്ടിൽ അവരുടെ വീടുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളായി അതിനുശേഷം ഇവിടെ റിയാദിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് എൻ്റെ കൂടെയുള്ളത്. ആദ്യം തന്നെ CP മുസ്തഫയാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹമാണ് ഈ ഒരു കമ്മിറ്റിയെ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇനിയുള്ള ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഇനിയുള്ള ഘട്ടങ്ങൾ ഈ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നാളെ ഇന്ത്യൻ എംബസിയിൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഓഫാണ്. എല്ലാ ഓഫീസ് സ്ഥലങ്ങളിലൊക്കെ വർക്കിംഗ് ഡേ അല്ല. ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച മുതലൊക്കെയാണ് ഓഫീസുകളൊക്കെ തുറക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അംബാസഡർ കാണണം. അതിനുശേഷം എംബസിയിലുള്ള മറ്റുള്ള ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കാണണം. അതിനുശേഷം വക്കീൽമാരെ കാണണം. വക്കീൽമാർ നിങ്ങൾക്കറിയാം, ഇവിടെ അഡ്വക്കേറ്റുമാരും ഇവരെ 2 ഭാഗത്തുള്ള അഡ്വക്കേറ്റുമാരും കൂടി ഉണ്ടാക്കിയ ഒരു സന്ധിയാണ്. ആ സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദിയാപണം സ്വീകരിച്ചുകൊണ്ട് റഹീമിനെ മോചനം സാധ്യമാക്കുന്നത്. അവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഉള്ള ഇതിന് പുറമെ ഒരു വലിയ സംഖ്യ അവർക്കും കൂടി പേ ചെയ്യാനുണ്ട്. അത് ഇതിന് പുറമെയാണ് ഈ 34 കോടിയുടെ ബാക്കി വരുന്ന ഏകദേശം 7.5 ലക്ഷം റിയാലോളം അതിന് വേറെ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ ലീഗൽ കമ്മിറ്റി കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് ഇടപെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വക്കീൽ മധ്യസ്ഥരും ഒക്കെ അതിൻ്റെ എത്ര ശതമാനം വെച്ച് അവർ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൽ കണ്ടെത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ലീഗൽ സെല്ല് നാട്ടിലുള്ളവരും ഞങ്ങളോട് കൂടി ആലോചിച്ച് ആ കാര്യങ്ങൾ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് സാഹിബുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാണ്.
ഇത്ര വേഗത്തിൽ, കാരണം കഴിഞ്ഞ ഒരു റമദാൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇത്ര അതിവേഗത്തിൽ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം 2 ദിവസത്തിനകം പൂർത്തിയാവുന്നതാണ്. പക്ഷേ 24 മണിക്കൂർ തികയതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതിനുള്ള കാരണം സത്യത്തിൽ ഈ റമദാനിൽ നമ്മളിത് തുടങ്ങിയ സമയത്ത് വളരെ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ അക്കൗണ്ട് ചലിക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിൻ്റെ പ്രശ്നമാണ്, മറ്റുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ ഇതിൽ പറയുമ്പോഴും ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മളൊക്കെ കയ്യിലുണ്ട്. കാരണം നമുക്കറിയാം റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ആളുകളൊക്കെ ഈ കരുതൽ ശേഖരത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, മറ്റുള്ള പാവപ്പെട്ട ആളുകളൊക്കെ ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് റമദാനിൻ്റെ അവസാന ഭാഗം. ആ സമയത്താണ് ഇതിന് ഏകദേശം നോമ്പ് 26 മുതലാണ് ഈ അക്കൗണ്ട് ചലിക്കാൻ തുടങ്ങിയത്. അതുമുതൽ പിന്നെ ചലിച്ച് ഇന്നാണ് ഇത് അവസാനിക്കുന്നത്. കാരണം ഒരു വല്ലാത്തൊരു ഫ്ലോ ആണ്. ഇന്നലെ രാത്രിക്ക് ശേഷം വന്ന എമൗണ്ട് ഏകദേശം 8-9 കോടിയോളം രൂപ ഒറ്റയടിക്കാണ് ഈ അക്കൗണ്ടിലേക്ക് എത്തിയത് കുറഞ്ഞ സമയം കൊണ്ട്. നമുക്കൊന്നും ഒരു ആശങ്കയില്ലായിരുന്നു റമദാൻ അവസാനത്തോടു കൂടി ഇത് അക്കൗണ്ട് നമുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളൊക്കെ ഇതിന് സംഭാവന ചെയ്യാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ 100 കോടിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ നമ്മൾക്ക് ആവശ്യം 34 കോടിയാണ്. ഇനിയൊരു ഇതുപോലുള്ള ഒരു ദുരന്തമൊന്നും ഇനി നമ്മൾക്ക് മുമ്പിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാലും റഹീമിൻ്റെ ഈ ആദ്യം തുടക്കം മുതൽ അദ്ദേഹത്തിനു വേണ്ടി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസുഫ് സാഹിബ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും റഹീമിനെ കുറിച്ചുള്ള നിലച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ റഹീമിനെ കാണുന്നത് പോലും യൂസുഫ് സാഹിബുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ വാക്കുകളിൽ കൂടെയാണ് ഞങ്ങൾ റഹീം എന്താണ് എന്നുള്ളത് കണ്ടു പഠിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയാണ് യൂസുഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന എംബസി ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ സംസാരിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹം ജയിലിൽ പോയി റഹീമിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. യൂസുഫ് കുറച്ച് മുന്നോട്ട് വന്നാൽ കുറച്ച് സൗകര്യമായി. എന്തായിരുന്നു നിങ്ങളുടെ റഹീമിനെ ആദ്യമായിട്ട് കണ്ടൊരു അനുഭവം? എന്നാണ് അവസാനമായിട്ട് കണ്ടത്? എന്താണ് റഹീം പറഞ്ഞത്? റഹീമിനെ ഒരു നിരവധി തവണ കണ്ടിട്ടുണ്ട്. എത്രയെന്ന് എനിക്കറിയില്ല. അത് പല നിമിഷങ്ങളും വികാരഭരിതമായ നിമിഷങ്ങളായിരുന്നു. പലപ്പോഴും കോടതികളിൽ നിന്ന് റഹീം എൻ്റെ കണ്ണിലേക്ക് ഒരു നോട്ടം നോക്കും. കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പം ഞാൻ രക്ഷപ്പെടില്ലേക്ക, ഞാൻ പറയും റഹീമ നീ രക്ഷപ്പെടും, എത്ര നേരം വൈകിയാലും അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇന്നെ ഞാൻ പുറത്തിറക്കിയിരിക്കും. അതിന് നീ വേണ്ടത് ഇനി ആരോഗ്യവാനായിട്ടിരിക്കുക. ഞങ്ങൾക്ക് ഇനി അവിടെ ആരോഗ്യവാനായിട്ടിരുന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ധൈര്യം കിട്ടും. ഇനി ടെൻഷൻ അടിച്ചിരുന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ധൈര്യവാനായിട്ടിരിക്കുക. ഏത് സമയത്തും ഈ ഒരു കാര്യം റഹീമിനോട് പറയണം. എന്നാലും റഹീം പിന്നെ ഞാനിങ്ങനെ റഹീമെ നീണ്ടുപോകുന്ന നല്ലതിനാണ്, എത്ര നീണ്ടാലും നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക എന്നുള്ള വാക്ക് ഇപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി, സർവശക്തൻ്റെ തൗഫീഖോടെ വാക്ക് അന്വർത്ഥമായിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ പെരുന്നാൾ ദിനം റഹീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താ അപ്പോൾ അന്ന് ഒരു 18 കോടി ആയിരുന്നു കളക്ഷൻ വന്നിരുന്നത്. റഹീം ബേജാറാവേണ്ട, ബാക്കി കാര്യങ്ങൾ വളരെ ചടുലമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു തരത്തിലും ഇനി ബേജാറാവേണ്ട, ഇനി ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും, ഇതിന് ഫണ്ട് കൊടുക്കുന്ന മുഴുവൻ ജനങ്ങളും, എനിക്ക് വേണ്ടി 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ കൊടുക്കുന്ന മുഴുവൻ ആളുകളും അവർക്ക് വേണ്ടി രാപ്പകലില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എന്നീ ജയിലുള്ള എൻ്റെ ബാക്കി കാര്യങ്ങൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ എത്രയും പെട്ടെന്ന് കാണണം, അതിനുള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇനി എനിക്ക് സന്തോഷമാണെന്ന് ഈ അവസാന പെരുന്നാളിൻ്റെ അന്നാണ് റഹീം പറയുന്നത്. അപ്പോൾ റഹീമിനെ കാണുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ഞാനത് ആ ഒരു രംഗം എനിക്ക് വാക്കുകളിലൂടെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വികാരഭരിതമായ ആ നോട്ടം റഹീം കോടതിയിൽ നിന്ന് ഈ വിധി വന്ന സമയത്തൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ രണ്ട് കണ്ണിൽ നിന്നും കണ്ണീര് ധാരതായി ഒഴുകുകയായിരുന്നു. അപ്പോൾ അതൊന്നും അതൊക്കെ പിന്നീട് ഞാൻ എഴുത്തിലൂടെ ഞാൻ ആ കാര്യം ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. ഇനി ഇതിലിനി പ്രധാനപ്പെട്ട കടമ്പകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു? ഇല്ല, ഇനി യാതൊരു കടമ്പകളില്ല. ഇനി കടമ്പകളൊന്നുമില്ല. ഇനി ചില ഫോർമാലിറ്റീസ് ഉള്ളു, അതൊക്കെ എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ കഴിയും. ഇതാണ് യൂസുഫ് കാക്കഞ്ചേരി എന്ന ഉദ്യോഗസ്ഥന് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കേസിന് വളരെയധികം നിർണായകമായിട്ടുണ്ട്. പ്രത്യേകിച്ചും റഹീമിൻ്റെ ജയിലിലെ അവസ്ഥ, അപ്പം തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള വിവരങ്ങൾ, അക്കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും റിയാദ് സമൂഹം അറിയുന്നതും യൂസുഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന ഈ എംബസി ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്, അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിലും ഈ ഫണ്ട് ശേഖരണം തുടങ്ങാനുള്ള കാരണത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് ഒരിക്കലും
ഒരിക്കലും ചെറുതല്ല, അത് വളരെയധികം പ്രശംസിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മറ്റു നമ്മളോടൊപ്പം ചേരുന്നത് മുനീബ് പാഴൂരാണ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ചെയ്യാൻ പോകുന്ന സംഗതികൾ? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നെ വിവിധ തരത്തിലുള്ള ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആപ്പ് വഴി തന്നെ ഏകദേശം 30 കോടിയോളം രൂപ ശേഖരിച്ചു. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പ്രകാരം നിലവിലുള്ള ഫണ്ടുകളൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമമായിരുന്നു ബിരിയാണി ചലഞ്ച്. അതിലൂടെയും വലിയൊരു തോതിലുള്ള ഫണ്ട് ശേഖരണം നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിച്ചിട്ടുള്ളത്? അല്ല, ഒന്നാമതായിട്ട് പടച്ചമ്പരാനും സർവസ്വതയും നമ്മൾ എംബസിയിലേക്ക് അനസ് ഷാരിയുടെ അറ്റോർണി അയച്ച ലെറ്റർ അനുസരിച്ച് എംബസി ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ നാട്ടിലെ കുടുംബത്തിനും അയച്ച കത്തനുസരിച്ചുള്ള 15 മില്യൺ നമ്മൾ ഒരുക്കി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇതേ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമ്മൾ എംബസിക്ക് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഫണ്ട് അവൈലബിൾ ആണെന്നുള്ളത്. അടുത്തതായി ഇനി ഇത് എംബസി അനസ് ഷാരിയുടെ അറ്റോർണിക്ക് ലെറ്റർ കൊടുക്കുകയും അനസ് ഷാരിയുടെ അറ്റോർണിയും അതേപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ അറ്റോർണിയും ജോയിൻ്റ്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. അതോടുകൂടി അവിടെ നിന്നുള്ള ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സും അതുപോലെ തന്നെ നമ്മൾ ഇത് റെഡിലി അവൈലബിൾ ആണെന്ന് പറയുന്നതോടുകൂടി അബ്ദുറഹീമിൻ്റെ റിലീസിനുള്ള ഓർഡർ വരും. പിന്നെ അതിൻ്റെ ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് മാത്രമാണുള്ളത്. ഇതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് നമ്മൾ ഒരുങ്ങിയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തിരഞ്ഞു. അപ്പോൾ നേരത്തെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്തിയ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിനെ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റിയിലുള്ള IT സെല്ല്, ഞാനാണത് ലീഡ് ചെയ്തത്. അതേസമയം അതിൻ്റെ ഇവിടുത്തെ പ്രബല ബാങ്കുകളിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 എക്സ്പേർട്ടുകളാണ് അതിനുള്ള അഡ്വൈസുകൾ തന്നതും അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടതും. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറ്റം തീർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾക്ക് മനസ്സിലായി ഇപ്പോഴും റിയാദിലെ ചില പ്രാന്തപ്രദേശങ്ങളിലൊന്നും ഒരുപാട് കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അതനുസരിച്ച് നമ്മൾ ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലൂടെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയായിരുന്നു. എന്നാലും ചില വളരെ ഉയർന്ന തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളിലേക്ക് പിന്നെയും എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളെ ചെയർമാൻ ഒരു ബിരിയാണി ചലഞ്ച് രൂപപ്പെടുത്തിയായിരുന്നു. ഈദ് ഡേയിൽ ഒരു ബിരിയാണി ചലഞ്ച്. അത് ആപാലവൃതം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ബിരിയാണിയാണല്ലോ. അങ്ങനെ അതിലൂടെ നമുക്ക് റിയാദിലെ ആപാലവൃതം ജനങ്ങളിലേക്ക് എത്തിയെന്നുമല്ല, അത് നല്ലൊരു ഓളം സൃഷ്ടിക്കാനും കാരണമായി. അതോടൊപ്പം തന്നെ നമ്മളെ റമദാനിലെ അവസാന 10 ആ ഒരു ചലനങ്ങളും നാട്ടിലുള്ള എല്ലാ റോഡിലും ആരാധനാലയങ്ങളിലും എല്ലായിടത്തും നടന്ന പിരിവുകളും സഹായമായിട്ടുണ്ട്. ഇതിൽ ഇപ്പം ബിരിയാണി ചലഞ്ചിൽ മാത്രം ഏതാണ്ട് ലക്ഷങ്ങൾ അതുവഴി കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഈ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് 50 ലക്ഷം അതിൽ നിന്ന് ഈ ബിരിയാണി ചലഞ്ചിലൂടെ മാത്രം അതിലെത്തിക്കാൻ പറ്റും. അതിൻ്റെ പുറമെ ബാക്കി ഇവിടുന്ന് പല സംഘടനകളും പല രൂപത്തിലും മലയാളികൾ ഉള്ളിടത്തൊക്കെ ഒരു സമാഹരിക്കുകയും അത് നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫണ്ട് സമാഹരണം നടന്നത്. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ റഹീമിനെ ജയിലിൽ സന്ദർശിച്ച കാര്യമാണ് യൂസുഫ് കാക്കഞ്ചേരി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ളതാണ് റിയാദ് സമൂഹത്തിൻ്റെ ഒരു താല്പര്യം. അതുതന്നെയാണ് ലോക മലയാളികളുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ തന്നെ നാളെയും കൂടി അവധി ദിനമാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഒപ്പം തന്നെ റഹീം വളരെ ആരോഗ്യവാനായി സന്തോഷത്തോടു കൂടി മലയാളി സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സന്തോഷ നിമിഷത്തിന് കാത്തിരിക്കുകയാണ് റിയാദ് സമൂഹം.